മോക്ക് സന്തൂർ വേണമെന്നല്ലേ പറഞ്ഞത്? അത് വേണ്ട. എന്റെ മാൻ എന്തെങ്കിലും വേണമെങ്കിലേ പപ്പാടത്ത് ചോദിച്ചാ മതി. വീട് പാപ്പ, കൈ വേദനിക്കണ്. കൈ വിട്ടാലേ എന്റെ മോൻ വഴി തെറ്റിപ്പോവും. രാവിലെ ചേച്ചി വഴി തെറ്റിപ്പോന്ന് പറഞ്ഞ പോലെ. ആ വന്നേ വന്നേ, എല്ലാം ഓർത്ത് വെച്ചിരിക്കുക. என்ன சூசைட் அட்டம்ப்டா? ஆமா. ஏன் நேற்று பிட்டடிச்சு மாட்டினாலே என்ன? ஏய் அதெல்லாம் ஒன்றும் இல்லை, சில்லி மேட்டர். பின்ன லவ் ஃபெயிலியர் ஏதாச்சும்? ஆமாம், லவ் ஃபெயிலியர். பட் ஐ தாட் யூ வர் சிங்கிள். சிங்கிளாக இருந்தா? சிங்கிளாக இருந்தா ஒன்றும் இல்லை. ஆ பா வாடா. அப்பா கூப்பிட்றாங்க. see you later. ബ്ലസ്സി, എന്താ? പപ്പ വിളിക്കണ, വാ. ആ വരുവാ. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? പപ്പ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. കേട്ടില്ലല്ലോ? ഓരോരോ ഫ്ലെക്സ് വെച്ച് ആളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. 2500 രൂപയെ ബേസി, ഒരു മാസത്തെ LIC കാശാ. 5000 ആണെന്ന് പറഞ്ഞ അറ്റാക്ക് വന്നു. എന്താണ് അവിടെ കുശൂഷിക്കുന്നത്? അല്ല, അവളുടെ ഒരു ആഗ്രഹമല്ലേന്ന് പറഞ്ഞപ്പാ. ആഗ്രഹങ്ങൾ നടത്തി കൊടുത്തു കൊടുത്ത് മോന്റെ കയ്യിൽ എത്രയുണ്ട് സേവിങ്സ്? അവിടെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിച്ചുപൊളിയുടെ ആശാട്ടിയല്ലേ. നിനക്കുണ്ടോടി സേവിങ്സ്? ഉണ്ട്. ഉണ്ട്. എടി മണി പ്ലാന്റ് അല്ല, മണി. വേറെ സം മണി. ഓ, ഇതിനടി ഇങ്ങനെ കൈവച്ചേ. എന്താ ഇങ്ങനെ കൈവൊക്കെ ഇതിന്റെ അടിയില്. എന്റെ സേവിങ്സാ. ഇത്രയും സേവിങ്സ് എന്റെ കൊച്ചിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു? ഈ പരട്ടകളെ പോലെയാണ് കൊച്ചെന്നാ പപ്പ വിചാരിച്ചിരുന്നത്. കൊച്ചു മിടുക്കി, കണ്ടു പഠിക്കടാ. കൊച്ചിന്റെ മിസ്സാണല്ലോ. ഹലോ മിസ്. യെസ്, നോ, യെസ്. സോറി മിസ്, ഷീ വോണ്ട് റിപ്പീറ്റ്. ഓക്കെ. നീ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ അതോ പൈസ വെച്ച് ചെസ് കളിക്കാനാണോ? പൈസ വെച്ച് ചെസ് കളി. പിള്ളേരുടെ പാരന്റ്സ് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നു. ഒട്ടും കുറയ്ക്കണ്ട. നാളെ മുതൽ സ്കൂളിൽ ചെന്ന് കുലുക്കി കുത്തും മുച്ചിട്ട് കളിയും തുടങ്ങും. അതാവുമ്പോ എനിക്ക് പിന്നെ പണിക്ക് പോകണ്ടല്ലോ. ഐ ഡോണ്ട് നോ കുലുക്കി കുത്ത്. നിന്നെ കേട്ടില്ലേ? കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുക്കണം. അതും കൂടെ നിന്റെ ഹാരിസ് ജയരാജിന്റെ അടുത്ത്. ഹാരിസ് ജയരാജ് അല്ല, ഹാരിസ് വെങ്കട്ടരാമൻ. ഏതവനാണെങ്കിലും മതി കളിയൊക്കെ. ഇനി ഞാൻ പറയാതെ ഈ ക്ലാപ്പ് എടുത്തു എന്നറിഞ്ഞാൽ അപ്പ കാണാൻ കളി. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പം തലേ കയറിയിരുന്ന് കളി. എന്തേ? സ്കൂളില് സ്പോർട്സ് ഡേ. അതിന് വീട്ടിൽ വന്നിട്ടുള്ള കളിയൊക്കെ മതി. വാ. ബെറ്റി ലഞ്ച് ബോക്സ് എടുത്തില്ല. പോയി എടുത്തിട്ട് വാ. ഹാപ്പി ദേ, പപ്പയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. കളിക്കുന്നൊക്കെ കൊള്ളാം, പൈസക്ക് കളിക്കണ്ട. ബാബാ. ബ്ലസ്സി, സ്പോർട്സ് ആണെന്ന് പറഞ്ഞ് അവിടെ എവിടെയും നോക്കി നിൽക്കരുത്. കൊച്ചിനെ നോക്കിക്കോണം. മോളെ, ചേച്ചിയുടെ കൂടെ തന്നെ നിന്നോണ്ടേ. ഹലോ, ഉമ്മ തന്നില്ല. ഉമ്മയ്ക്കൊരു സ്നേഹമില്ലല്ലോ. അത് മതി. ചോറ് കറക്റ്റ് ആയിട്ട് ഷെൽഫിൽ നിന്ന് എടുത്ത് ബാഗിൽ വെച്ച് കൊടുത്തിട്ടില്ലയോ? വണ്ടി വിട്. എന്റെ PF-ന്റെ പേപ്പർ കണ്ടായിരുന്നോ? ഞാൻ തിന്നു. ചുമ്മാ അല്ല കാണാത്തത്. ഇതെല്ലാം പാക്ക് ചെയ്തായിരുന്നോ? ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ. പൊട്ടുന്ന സാധനമുണ്ട്, സൂക്ഷിക്കണേ.
നീ പൊട്ടിക്കാതെ നോക്കിയാ മതി. ഫിലിപ്പേ ഡാ വാടാ, ഞാൻ തുടങ്ങി. എന്ത് മഴയായിരുന്നു. നാട്ടിൽ പോയിട്ട് എന്താടാ നിന്റെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല, നോക്കാം എന്താവും. നിന്റെ ഇളയപ്പിനുള്ള കാരണം ഒരു നേരം പോക്കുണ്ടാവൂലേ? അങ്ങേരെ ഞാൻ അമേരിക്കക്ക് പറഞ്ഞു വിട്ടു. കല്യാണമോ മിസ്സായി. പോയി പിള്ളേരുടെ മാമോദിസ എങ്കിലും കൂടട്ടെ. കേസ് ഒതുക്കിയതിന് എത്ര കിട്ടിയെന്ന് ഞാൻ ചോദിക്കില്ലേ? പിന്നെ കാര്യങ്ങളൊക്കെ ഒന്നേന്ന് തുടങ്ങണ്ടേ, അതിന് കാശ് വേണ്ടേ? ദാ അപ്പ ചിയേഴ്സ്. Cheers. 30-35 വർഷം ജീവിച്ച സിറ്റിയ. ലൈഫിന്റെ പകുതിയിൽ കൂടുതലും ഇവിടെ തന്നെയായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് പോകുന്ന ഒരു ഫീലിംഗ്. അത് കുഴപ്പമില്ല, നീ ഓർക്കുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു വെച്ചോളാം. ഒന്ന് പോടും. പിന്നെ എന്താടാ നിന്റെ പ്രശ്നം? എടോ, ഉള്ളിലൊരു വിങ്ങലാണെന്ന്. ഓ അങ്ങനെ, വിങ്ങലൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. നീ ആ കയ്യിലുള്ള എടുത്ത് അങ്ങ് അടിച്ചേ. അടിക്കുകയല്ലേ? അടി. ആ ആ. നിനക്കൊരു കൂട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് മാറും അല്ലേ ആ ബേസ്? പറഞ്ഞ പോയിന്റാണ്. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുതെന്ന്. ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. ഹ, വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്ന് പറയട്ടടാ, നമ്മുടെ ആ പുള്ളിക്കാരി ഇല്ലേ, ആര്? ഒന്ന് തെളിച്ചു പറയടോ. കമ്പൗണ്ടർ അത് നീ ഓ, മറന്നുപോയി. ആ കുട്ടിയാ? തെളിച്ചു പറയണ്ടേ? കുട്ടിയാ, അവർക്ക് എന്ത് പ്രായമാണെന്ന് വെച്ചിട്ടാ? കുട്ടിയല്ല, സ്ത്രീ. പോരെ? നമുക്കൊന്ന് ആലോചിച്ചാലോ? അയ്യോ, താൻ എന്തോ ഈ പറയുന്നത്? മണിയങ്ങളെ വിട്ടേക്ക്, പാപ്പയ്ക്ക് താല്പര്യമില്ല വേണ്ട. ഇവനെ കൊണ്ട് എടാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. നിർബന്ധിക്കണില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ, തിരക്ക് കൂട്ടരുത്. കിട്ടിയ ശരിയാവില്ല. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ആലോചിച്ചോളൂ. എല്ലാവരും ഹാപ്പിയാവും. എന്താ എന്താ? എന്താ വല്ലാത്തൊരു നോട്ടം. എടാ, 250 രൂപയ്ക്കൊരു വാടക വീടും അന്വേഷിച്ച് ആ കമ്മനകള്ളിയിൽ കിടന്ന് കറങ്ങുന്ന അന്ന് കാണാൻ തുടങ്ങിയതല്ലേ നിന്നെ? ആ എന്റെ അടുത്ത് വേഷം കിട്ടെടുക്ക.